റിക്വസ്റ്റ് പറയാണ്. പിന്നെ നമ്മളെ മെഡിറ്റേഷന് കയറുന്നതിന്റെ മുന്നേ എല്ലാരും ഒന്ന് സ്വയം വിലയിരുത്തുക നമ്മളെ മൈക്ക് മ്യൂട്ടാണ് എന്നുള്ളത്. ഇതിൽ കേൾക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരെയും നമ്മളതിനെ മെഡിറ്റേഷനിൽ നിന്ന് ഉണർത്തും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ട്ടാ. ഇന്നും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ സംസാരം. അതെ, ഞാനിത് പറയാനിരിക്കുകയായിരുന്നു. ഇന്ന് ചെറിയൊരു സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഭാഗത്ത് നമ്മുടെ മൈക്കും കാര്യവും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുക. അതന്നെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സൈനുദ്ദീൻ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ ബിസിനസ് കോച്ച് ആൻഡ് ലീഡ് UX ഡിസൈനറും കൂടെ ആയിട്ടാണ് സാറ് ഇരിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് മോഡേൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സൈനുദ്ദീൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സൈനുദ്ദീൻ സർ, പ്ലീസ് വെൽക്കം സർ. ഹായ് മാജിക്, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ് എന്നല്ലേ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഹായ്. കുറച്ച് ആളുകളൊക്കെ ഇതിനകത്ത് പരിചയമുണ്ട്. റസാഖ് സാറ്, അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് പറയാം. സിന്ധു മാം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് each and everyone who are going to be participate on this in program, and also the magic team for inviting for this wonderful session. വൺസ് അഗൈൻ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. കാരണം ഇന്ന് AI-ൻ്റെ ഒക്കെ കാലമാണ്. കാരണം നമ്മൾ നാട് ഓടുമ്പോൾ നാടുകൈ ഓടണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ പലതും നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിനോടൊപ്പം തന്നെ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു ട്രഡീഷണൽ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് പരമാവധി ആളുകൾ നിങ്ങൾ ചാറ്റിലും അതുപോലെ അൺമ്യൂട്ട് ചെയ്തും സംസാരിക്കാൻ ശ്രമിക്കുക. സോ എന്നാലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ചാറ്റ് ഓൺ ആക്കി ഇടുന്നുണ്ട്. സോ ആർ യു റെഡി ഗൈസ്? ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. സോ ഹൗ മെനി പീപ്പിൾ ആർ ദെയർ വിത്ത് us? എത്ര ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നോക്കാലോ. യെസ്, ഓക്കെ. നൗഫൽ മുക്കം, താങ്ക് യു. സിന്ധു മാം, ഓക്കെ. മണി സാർ, ഓക്കെ. പ്രീത ഷീജ, ഓക്കെ. ഐ തിങ്ക് അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. സോ നമ്മൾ മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് രീതികളുണ്ട്. ഇപ്പം നമ്മളൊക്കെ കണ്ടുകൊണ്ട് പോന്നിരുന്നത്, അതായത് നമ്മുടെ അച്ഛൻ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകൾ, പരമാവധി ആളുകൾ ഇന്നും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ ഇന്നും അനുഭവിക്കുന്ന പല രീതികളും നമുക്കറിയാൻ പറ്റും. സോ ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മോഡേൺ ഇൻവെസ്റ്റ്മെന്റിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആർക്കെങ്കിലും പറയണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെന്റിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത്? ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് സംസാരിക്കാം. ഒരാൾ ആർക്കെങ്കിലും ഒരാൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ മോഡേൺ ഇമ്പോർട്ടൻസ് പഴയ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതെന്നും? പാസീവ് ഇൻകം കിട്ടാനും ജീവിതം നല്ല നിലവാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞ വളരെയധികം കറക്റ്റ് ആണ്. നമ്മൾ മനസ്സിലാറ് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു 1,00,000 രൂപ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 93,000 എന്നുള്ള രീതിയിലേക്ക് വരും. അതായത് ഏകദേശം ഒരു 5 to 7% ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ എന്നുള്ളത്, അതായത് ഒരു 7% നമ്മുടെ ജീവിത ചെലവുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ന് 10,000 ഉള്ള ഒരാളാണെങ്കിൽ അടുത്ത വർഷം അതേ രീതിയിൽ അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഏകദേശം 10,700 അതിലൊരു 11,000 രൂപ നമുക്ക് എന്ത് ചെയ്യണം, വേണം. അപ്പൊ അത് നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ജോലിയിലാണെങ്കിലും ആ ഒരു അപ്ഗ്രഡേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചായിട്ട് നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ജീവിത ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇന്നത്തെ ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള, അതിനേക്കാളും കൂടുതൽ
ഇൻട്രസ്റ്റോ അതല്ലെങ്കിൽ ബെനിഫിറ്റോ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് രീതികൾ നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പാസീവ് ഇൻകം, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴോ നമ്മൾ അതിൽ നിന്നും അറിയാതെ ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് അത് നമുക്ക് പിന്നീട് നമുക്കതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ അതല്ലെങ്കിൽ ഏർലി റിട്ടയർമെന്റ്. ഇന്ന് ഏർലി റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഇന്ന്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതായത് അപ്ഗ്രേഡ് ചെയ്യുന്നല്ല, മൈഗ്രേഷൻ ചെയ്യുന്നവരുടെ എണ്ണങ്ങൾ കൂടുതലാണ്. ഇപ്പൊ UK ഒക്കെ ആണെങ്കിൽ മിനി കേരള എന്നൊക്കെ വിളിക്കുന്നുണ്ട് കളിയാക്കിയിട്ടാണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പണ്ട് ഗൾഫിലേക്കായിരുന്നു പോയിരുന്നത്. ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പൈസ ഇങ്ങോട്ടാണ് അയച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു 7 to 10 ലാക്ക് അവർ പോകുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഫീസ് അടച്ചിട്ട് ഈ പൈസയും കൊണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് കിട്ടുന്ന പൈസകൾ ഇങ്ങോട്ടല്ല ചെലവാകുന്നത്. കാരണം അവിടെ 30-60% ടാക്സ് ഉണ്ട്. ആ പൈസ അവിടെ തന്നെയാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. കൂടുതൽ പൈസ ഇങ്ങോട്ട് വരുന്നില്ല. കൂടാതെ അവര് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. അവർ അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു രാജ്യത്തിലെ റിസോഴ്സുകളും ഒരുപാട് ഫ്രീ റിസോഴ്സുകളും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ആ റിസോഴ്സ് ഇവിടുന്ന് അങ്ങോട്ട് പറിച്ചു നടുമ്പോൾ അത്രയും നഷ്ടം ഈ ഒരു ഇന്ത്യ എന്ന രാജ്യത്തിന് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ അവരവിടെ പോകുമ്പോൾ അവരുടെ ബാക്കിയുള്ള നല്ല കാലം, അതായത് അവരുടെ ബ്രെയിൻ, അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെലവാക്കുകയും അവിടെ സമ്പാദിക്കുകയും അവിടെ മരണപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ജീവിത ശിഷ്ടകാലം അവിടെ ജീവിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ആ ഒരു രാജ്യത്തിന്റെ എന്താ പറയുക, ആ രാജ്യം വളരാൻ വേണ്ടിയിട്ടാണ് അത് ഉപകരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്താണെങ്കിലും പൈസ, പണ്ട് ഗൾഫത്തെ പൈസ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലുണ്ടാകേണ്ട, അത് വേറൊരാൾക്ക് പണിയായിട്ടോ ബിസിനസ് ആയിട്ടോ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കറങ്ങായിരുന്ന പൈസ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ പൈസ മൊത്തം പുറത്തേക്ക് വേണം. കൂടാതെ നോർത്ത് ഇന്ത്യൻസിന്റെ വരവോട് കൂടിയിട്ട് ഇവിടുന്ന് നമ്മുടെ SBIന്റെ കണക്കനുസരിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ഇവിടുന്ന് നോർത്തിലേക്ക് പോകുന്നത്. അതായത് ഒരു രാജ്യത്ത് പണവും സമ്പാദ്യവും ഉണ്ടാകുമ്പോഴാണ് ആ രാജ്യം എന്ത് ചെയ്യുക, വെൽത്തി, അതായത് ആ ഒരു രാജ്യം സമ്പദ്കരമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്ന് പാരന്റ്സിനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പല രാജ്യങ്ങളും ഇന്ന് നിയന്ത്രിക്കുന്നുണ്ട്. പാരന്റ്സിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ മക്കള് പണ്ടത്തെ പോലെയല്ല ഇന്ന് നമ്മളെ നോക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റിട്ടയർമെന്റിൽ നമ്മളെ നോക്കാൻ നമ്മുടെ കയ്യിൽ തന്നെ പണം വേണം എന്ന് അത്രയും ശാഠ്യത്തോട് കൂടിയിട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ ഒരുപാട് 1-to-1 സെഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ട് പോലും ഇന്ന് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളം പോകുന്നത് എന്നുള്ളത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ഈ ഒരു സിറ്റുവേഷന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എത്ര വയസ്സ് വരെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഈ മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇന്ന് നമ്മളൊരു സ്ഥലമോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൈസ ആവശ്യം ഉണ്ടാകുമ്പോൾ അത് വിറ്റ് നമുക്ക് ആ ഒരു പണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ എടുക്കും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു അർജന്റ് ആയിട്ട് വെക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിട്ടേൺ നമുക്കത് കിട്ടണം എന്നില്ല. കാരണം ആ സ്ഥലം അവർക്കറിയാം ഇവർക്ക് പൈസ ആവശ്യമുള്ളത് കൊണ്ട് വിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പൈസ വളരെ കുറഞ്ഞ പൈസക്ക് ആ സ്ഥലം മേടിക്കും. അത് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മോഡേൺ ഇൻവെസ്റ്റ്മെന്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 24 hours നമുക്ക് പൈസയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വളരെയധികം ഇമ്പോർട്ടന്റ്. കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ നമുക്ക് പറയാന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് എന്താണോ നമുക്ക് അറിയുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം കമ്പനികളും അത്രത്തോളം ബിസിനസ്സുകളും ഈ ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് മോഡേൺ ഇൻവെസ്റ്റ്മെന്റിന് ഇത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. അതായത് നമ്മൾ ഏതൊരു ജോലിക്ക് പോകണമെങ്കിലും ആ ജോലിയെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി വ്യക്തമാക്കി മനസ്സിലാക്കണം എന്ന് പറയുന്ന പോലെ നമുക്കൊരു മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം. ഈ മോഡേൺ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മാൾ ഗ്രോ ബിഗ് എന്നാണ്. അതായത് നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുക. അതായത് നമുക്ക് കിട്ടുന്ന സാലറി, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മുടെ സാലറി വളരെയധികം കുറവായിരിക്കും. പക്ഷേ
ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള സാലറിയിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ എപ്പോഴും പറയുകയാണ് 50-30-20 റൂൾ എന്ന് പറഞ്ഞു. 50 എന്ന് പറയുന്നത് ബേസിക് സാലറിയുടെ 50% നമ്മുടെ ബേസിക് നീഡ്സ്. എന്താണ് ഈ ബേസിക് നീഡ്സും വാണ്ട്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉദാഹരണം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ രാവിലെ തന്നെ ഉറങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എന്താണ് നീഡ്സ്, എന്താണ് വാണ്ട്സ്? വ്യത്യാസം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ പറയാൻ പറ്റുമോ മ്യൂട്ട് ചെയ്തിട്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട്? എന്താണ് നീഡ്സ്, എന്താണ് വാണ്ട്സ്? ഞാൻ പറഞ്ഞു 50-30-20 റൂളിലെ 50% തന്നെ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? സർ, നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജീവിക്കാൻ, ഭക്ഷണം, വസ്ത്രം, പിന്നെ നമുക്ക് താമസിക്കാൻ ഒരു വീട്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതിന് ആ പുറമെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, വളരെയധികം കറക്റ്റ് ആണ്. ഓക്കെ, സിന്ധു മാം അല്ലേ? അല്ല, ശ്രീഷ്ണ. ഓക്കെ, ശ്രീഷ്ണ. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ 50% എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് നിങ്ങളുടെ വാണ്ട്സ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ, നല്ലൊരു ഷർട്ട് വാങ്ങണം, അതല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാണ്ട്സ് എന്ന. അപ്പോൾ അതിന് വേണ്ടി 30%, 20% കമ്പൽസറി യു ഹാവ് ടു മൂവ് ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അത് മാറ്റി വെക്കണം. ഇനി നിങ്ങളുടെ സാലറി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചെലവുകൾ കൂട്ടാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെൻറ്റേജ് കൂട്ടി കൊണ്ടുവരിക. ഇത് ഞാൻ പറയുന്നത് വെറും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള കേസാണ്. നിങ്ങളുടെ സാലറി കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ 50% നീഡ്സും വാണ്ട്സും കൂട്ടാതെ അതിന് പരമാവധി ചെറിയൊരു പെർസെൻറ്റേജ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പെർസെൻറ്റേജ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുമ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് പല ആളുകളും പറയുന്നത് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്നുള്ളത്. ഒരിക്കലും ആ ഒരു ചിന്ത ഉണ്ടാകരുത്. മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് നിങ്ങൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് സ്വർണം മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും മേടിക്കാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 100, 500, 1000 രൂപ ഉണ്ടെങ്കിൽ, മാസത്തിലെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, മോഡേൺ ഇൻവെസ്റ്റ്മെന്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ ലോങ് ടേം. ലോങ് ടേമിലായിരിക്കണം നമ്മുടെ എപ്പോഴും ചിന്ത. ഇന്ന് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ് 1 ലക്ഷത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പറ്റിക്കപ്പെടുന്നു. ഇപ്പൊ റീസെന്റ്ലി എൻ്റെ നാട്ടിൽ, എൻ്റെ ചുറ്റുഭാഗത്ത് നടന്നതാണ്. ഏകദേശം 67 കോടിയാണ് ഒരാൾ പറ്റിച്ചിട്ടെന്ന് പറഞ്ഞു. 67 കോടി രൂപ. കാരണം 1 ലക്ഷത്തിന് അവർ കൊടുത്തിരുന്നത് എത്രയാണ്? 4000 രൂപ, 5000 രൂപയാണ് 1 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 1 ലക്ഷത്തിന് 5000 രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം 60% പ്രോഫിറ്റ് ആണ്. ഏകദേശം 7,000 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 100%. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ എല്ലാവരും ഈ ബിസിനസ് ചെയ്യില്ലേ എന്നുള്ള ഒരു ചിന്ത ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മണി റോളിംഗ് ചെയ്തുകൊണ്ട് ഒരുപാട് മണി ലോണ്ടറിങ്. അപ്പോൾ അവർ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവർ ഗോൾഡിലും അതുപോലെ സ്വർണ്ണക്കടത്തിലും മറ്റുള്ളതിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ നിന്നിട്ട് ആ സ്വർണം പിടിച്ചിട്ടാണ് ഈ പൈസ എല്ലാം അവരുടെ പോയത്. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക, നമുക്കറിയാത്ത കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ തല വെച്ച് കൊടുക്കാതിരിക്കുക. കൂടുതൽ ഈ മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ, ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. നിങ്ങൾക്ക് ഇനി പറയാം, ഇനി ഒരു ബേസിക്കും അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് ടൈം ആണ്. അതായത് ഓക്കെ, എനിക്ക് എത്രയും പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ എൻ്റെ പൈസ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിട്ടാണ് പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റിന്റെ ശതമാനങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ രീതികളിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന്റെ ബേസുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ടും അതിനകത്തുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ ക്ലിയർ ആയിരിക്കാം. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് അത് വളർത്താൻ നോക്കാം. കൂടാതെ റിസ്ക് ഈസ് എ പാർട്ട് ഓഫ് ദ റിവാർഡ്. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റിലും റിസ്ക് ഉണ്ട്, റിസ്ക് ഇല്ലാത്തൊരു കാര്യമില്ല. പക്ഷെ റിസ്ക് വളരെ മിനിമൽ ആണ് എന്നുള്ളതാണ്. അത് മിനിമൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിസ്ക് വളരെ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോക്കുക. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയത് നോക്കിയിട്ട് അത് മാത്രം നിങ്ങൾ ചെയ്യുക. കുറച്ച് പഠിക്കാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കൂടുതൽ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടൈം എത്ര മണി വരെയാണ്? ഉണ്ടോ? നമുക്ക് ഒരു 6:15 വരെ, നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ് ഫീഡ്ബാക്ക് ടൈം വരുന്നത് സർ.
ഓക്കെ 6:15 വരെയാണ് അല്ലേ? അതെ. ഓക്കെ 6:20 വരെയൊക്കെ എടുക്കാം സർ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈൻഡ് സെറ്റ് വളരെയധികം ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുള്ളൂ. അതുപോലെ 3 പോയിന്റുകളാണ് പറഞ്ഞത്. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് ഈസ് എ പാർട്ട് ഓഫ് ദ റിവാർഡ്. അതായത് ഇതിനകത്ത് റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാത്ത ഒന്നും ഇൻവെസ്റ്റ്മെന്റിൽ ഇല്ല. പക്ഷേ മിനിമൽ ആയിട്ടുള്ള റിസ്ക്കും ഉണ്ട്, ഹെവി റിസ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള റിസ്ക് ഉള്ളത് എടുക്കുക. സോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ മിനിമൽ ആയിട്ടുള്ള റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ്. ഹൈ റിവാർഡുകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്, അതായത് നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസ്ക്കും അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ലോങ് ടേം ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങണം എന്നും കൂടെ പറയുന്നത്. ഇനി ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ബിഫോർ ദാറ്റ്, അതിന് മുമ്പ് എത്ര പേര് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു? നമുക്ക് ആദ്യം മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഓരോന്നായിട്ട് പോവാം. അറിയുന്നവർക്കൊന്ന് ടൈപ്പ് ചെയ്യാവോ? ഇതാ നമ്മുടെ അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യുമോ, അതല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയുന്ന മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെയാണുള്ളത്? SIP, മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്, ഓക്കെ. ശ്രീകൃഷ്ണ സിന്ധു മാഡം, ഓക്കെ. വേറെ? ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് മനോജ്. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോന്ന്. ഓക്കെ, സ്റ്റോക്ക്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ തന്നെ പോകാം അല്ലേ? മ്യൂച്വൽ ഫണ്ട്, ഡിജിറ്റൽ ഗോൾഡ്, ഓക്കെ, സിന്ധു മാം, ഓക്കെ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര പേര് മ്യൂച്വൽ ഫണ്ടിൽ, സ്റ്റോക്കുകൾ, ഡിജിറ്റൽ ഗോൾഡുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്? എത്ര പേരുണ്ട്? യെസ് ഓർ നോ എന്നിട്ട് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട് ഇതിനകത്ത്? നമ്മൾ ഏകദേശം എത്ര പേരുണ്ട്? 28 പേരുണ്ട്. ഓക്കെ, നമ്മുടെ ബഷീർക്ക് ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പേര്. ഓക്കെ ഓക്കെ 1 2 2 പേര്, 3 പേര്, 4 പേര്, 4 പേര്. നോ ഉണ്ടെങ്കിൽ നോൺ ടൈപ്പ് ചെയ്യാട്ടോ. യെസ് മാത്രമല്ല, ടൈപ്പ് യെസ് ഓർ നോ ടൈപ്പ് ചെയ്യണേ. നിങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയാണ് എത്ര പേരാണ്. സാർ നോ, ഷിഫ്ന നോ, ഉണ്ണികൃഷ്ണൻ സാർ നോ. ഓക്കെ, മോസ്റ്റ് ഓഫ് ഐ ക്യാൻ സി മോസ്റ്റ് ഓഫ് ആർ നോ. വളരെ കുറഞ്ഞ ആളുകളെ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ പറയുന്ന നമ്മുടെ ബഷീർക്ക് പറയുന്ന പോലെ അവർ ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതൊരു ഏജ് നമുക്കൊരു ബാരിയേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്തും ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഒരുപാട് ടെഡ് ടോക്കിലൊക്കെ പറയുന്നതാണ് 5 വർഷം കൊണ്ട് 7 വർഷം കൊണ്ടൊക്കെ ഫിനാൻഷ്യലി ഫ്രീഡം കൈവരിച്ച ആളുകളുണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ. കാരണം വെച്ചാൽ അത്രയും ഒരു സ്പാൻ ഓഫ് ടൈമിൽ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പ്രായം നമുക്കൊരു കൺസിഡർ ആയിട്ട് എടുക്കേണ്ട. നിങ്ങൾക്ക് ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും തുടങ്ങാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ബഷീർക്ക് ഉണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സഹായിച്ചു തരുന്നതാണ്. സോ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി ആയിരിക്കും. ആ മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസകളും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് മാനേജറിന് അറിയാൻ പറ്റും വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ ബിസിനസ്. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ ഒരാളെ എടുത്തോളും. ആൾക്ക് ആ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളൊക്കെ അറിയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, ഫ്രൂട്ട്സിന്റെ ഷോപ്പ് ഉണ്ട്, ഇങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഉദാഹരണത്തിന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ നോമ്പ് അല്ലെങ്കിൽ സമ്മറൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കടയിൽ ഒരുപാട് കച്ചവടം നടക്കും. അതേമാതിരി ഐസ്ക്രീമിന്റെ ഷോപ്പിൽ ആ സമയത്ത്, അതുപോലെ ജ്യൂസ് ഷോപ്പ്, ഇങ്ങനത്തെ കടകളിലൊക്കെ. അപ്പൊ എന്ത് ചെയ്യും, ഇവര് ഒരുപാട് ആളുകൾ ഇവരുടെ അടുത്ത് പൈസ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഓരോ 10,000 വെച്ചിട്ട് ഒരു 1000 ആൾക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 10 ലക്ഷം, ഒരു 1 കോടി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, സമ്മർ ആവുന്ന സമയത്ത് കുറെ പൈസ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട്സ് കടയിലും ജ്യൂസ് കടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അന്ന് നല്ല കച്ചവടമായിരിക്കും, അതിന് നല്ല പ്രോഫിറ്റ് കിട്ടും. അന്ന് അത് കഴിഞ്ഞിട്ട് ഒരു വിന്റർ ഒക്കെ ആ നേരത്ത്, അതായത് നമ്മുടെ മഴക്കാലമൊക്കെ തുടങ്ങുന്നത്, അവിടെ നിന്നൊക്കെ പൈസ എടുത്തിട്ട് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ മാർക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അപ്പൊ അവർക്ക് അറിയാൻ പറ്റും, ആ ഒരു എന്താണ്, ഒരു മാർക്കറ്റിന്റെ സ്പന്ദനം അവർക്ക് അറിയാൻ പറ്റും.
എവിടൊക്കെ ഏതൊക്കെ സമയത്ത് കച്ചവടം നടക്കും എന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഒരു ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ. ഫണ്ട് മാനേജറിന് നന്നായിട്ട് അറിയാൻ പറ്റും മാർക്കറ്റ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കമ്പനികളാണ് വളരാൻ പോകുന്നത്, ഏതൊക്കെ കമ്പനികളാണ് ഇതാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുന്നത് ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, റിലയൻസിൻ്റെ ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, HDFC ബാങ്കുകളുണ്ട്. ഇവരൊക്കെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവർക്കുണ്ട്. അതുപോലെ കോണ്ട് എന്ന ഏറ്റവും വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനിയാണ് കോണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളിൽ നിന്നും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളിൽ നിന്നും ചെറിയ ചെറിയ എമൗണ്ട് വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും, ബൾക്കായിട്ട് ഓരോ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് നൽകുകയും ഓരോ വർഷവും ഒരു 0.7 0.6 എന്നുള്ള ഒരു കമ്മീഷൻ വൈസ് അവർ ഈടാക്കുകയും ചെയ്യും. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. കാരണം നമുക്ക് കൂടുതൽ പറ്റി മാർക്കറ്റിനെ പറ്റി പഠിക്കാനോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പാനലിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയിട്ട് സെറോദയോ ഗ്രോലോ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി നോക്കിയിട്ട് അതിലുള്ള കമ്പനികളെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് SIP എന്ന് പറഞ്ഞു. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മാസത്തിൽ നമ്മൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് ബാങ്കിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഗ്രോ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ SIP എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് മാത്രമല്ല ഡിവിഡൻഡ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഡിവിഡൻഡ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റോക്കിൽ നടക്കുന്ന ഈ കമ്പനികൾ നടക്കുന്നതിന്റെ പ്രോഫിറ്റ് ഷെയറുകളൊക്കെ നമുക്ക് ലഭിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അവരുടെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് നൽകുക. കൂടാതെ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് എടുക്കാതെ ഈ കിട്ടുന്ന ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ നടക്കുന്നത് CAGR എന്നാണ്, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് എന്നാണ് പറയുക. അതായത് നമ്മൾ ഇന്ന് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു ഒരു ഉദാഹരണത്തിന് 10% ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ആവുന്ന 1,10% ഒരു 10,000 നമ്മൾ കൂടി എന്ന് വെച്ചാൽ 1,10,000 എന്നൊരു ഉദാഹരണത്തിന് 12,000 10,000 ആണെന്ന് വിചാരിക്കും. അതിന്റെ അടുത്ത വർഷം എന്ന് പറയുന്നത് ഈ 1,10,10,000ന്റെ 10% ആയിരിക്കും. അതായത് ഇതിങ്ങനെ ഓരോ വർഷം കൊണ്ട് കോമ്പൗണ്ടിങ് ആണ്, അതായത് കൂട്ടുപലിശ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ മുസ്ലിംസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹറാമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ പാടില്ല. അതല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകൾ, ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുള്ള മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. ഉദാഹരണത്തിന് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട്, അതുപോലെ ടോറസ് ഫണ്ട്. ഇന്നൊരു പുതിയൊരു ഫണ്ടും കൂടെ വന്നിട്ടുണ്ട്, ഒരു കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. 3 ഫണ്ടുകളാണ് ഇന്ന് ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഹലാലായിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന, ബാക്കിയുള്ള എല്ലാ ശരിയുടെ എല്ലാ നിയമങ്ങളും നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളും ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്കുകളാണ്. സ്റ്റോക്കിൽ എന്ന് പറയുന്ന പോലെ റിസ്ക് ഭയങ്കരമാണ്. കാരണം നമ്മളാണ് കമ്പനി ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ റിലയൻസ് എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് കമ്പനി ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ, അതിന്റെ ബിസിനസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഒരു ഫണ്ട് മാനേജർ ഉണ്ട്, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് തന്നോളും. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പിന്നെ മാർക്കറ്റിനെ പറ്റി കൂടുതൽ പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പറയുന്ന പോലെ വലിയ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാൻ പറ്റും, പൈസ ഉള്ളവരടുത്ത് പെട്ടെന്ന് നമുക്ക് പൈസ കൊണ്ടുകൊടുക്കാൻ ഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്കിൽ വലിയ കമ്പനികൾ, അതായത് സ്റ്റോക്കിൽ എന്ന് പറയുമ്പോൾ 3 തരം കമ്പനികളാണുള്ളത്. ഒന്ന് എന്താ പറയുക, ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് അവരുടെ കയ്യിൽ ഒരുപാട് മാർക്കറ്റ് ക്യാപ്പ്, ഒരുപാട് എമൗണ്ട് കൂടുതലുള്ള ആളുകൾ, അതായത് ഏകദേശം 25,000 crore എന്നൊക്കെ പറയുന്ന രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉള്ള കമ്പനികളാണ് ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. അതുപോലെ 5,000 അബവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മിഡ് ക്യാപ്പ് എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഷോപ്പ്, അതിനാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മീഡിയം, അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ടാവും, അതൊരു ഗ്രോയിങ് സ്റ്റേജിലാണ്, ഒരു വലിയ കമ്പനി ആകുന്ന ഒരു സ്റ്റേജിലുള്ള കമ്പനികളാണ് നമ്മൾ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയും. പിന്നെ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന കമ്പനികൾ, അതുപോലെ ചെറിയ കമ്പനികൾ, കുറച്ച് മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉള്ള കമ്പനികൾ. അപ്പൊ ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന ചെറിയ കമ്പനികൾക്ക് ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതായത് വളരാൻ. അങ്ങനെ വളരുകയാണെങ്കിൽ
നമ്മുടെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അത് വളരാനും സാധ്യതയുണ്ട്. ഇതേ സാധനം ഓപ്പോസിറ്റും വരാനും സാധ്യതയുണ്ട്. കാരണം ചെറിയ കമ്പനിയാണ്, എപ്പോൾ വേണമെങ്കിലും അതിനെന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തകരാനും സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബൈജൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊരു സ്മോൾ ക്യാപ് കമ്പനിയായിരുന്നു, പിന്നീട് അത് വളർന്ന് വളർന്ന് വലുതായിട്ട് പോയി. പക്ഷെ അത് ബിസിനസിന്റെ പല രീതികൾ കൊണ്ട് അത് തകർന്നു എന്നുള്ളതാണ്. ഇതുപോലെയൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, ചെറിയ ചെറിയ കമ്പനികൾ. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇന്ന് ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, സ്വിഗ്ഗി, സൊമാറ്റോ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു സ്മോൾ ഒരു കമ്പനി, ഇപ്പോൾ ഒരു മീഡിയം ലാർജ് ക്യാപ് കമ്പനിയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് ചെറിയ കമ്പനികളാണ്, വളരാൻ സാധ്യതയുണ്ട്. ബിസിനസ് നന്നായിട്ട് അറിയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റിലയൻസ്, ടാറ്റ ഇതൊക്കെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, കാലങ്ങളായിട്ടുള്ള കമ്പനികളാണ്, അവർക്ക് ഒരുപാട് കമ്പനികളുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒക്കെ നമുക്ക് സേഫ് ആണ്, സെക്യൂർ ആണെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ സ്റ്റോക്കിൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക, ചെറിയ കമ്പനികളിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഗോൾഡുകൾ. ഇന്ന് എനിക്ക് തോന്നുന്നു ഫോൺ പേയിലൊക്കെ 100, ഫോൺ പേയിലും നമ്മളെ പേടിഎമ്മിലൊക്കെ 100 രൂപയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡ് വാങ്ങാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്, ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇപ്പൊ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് ആണ് എപ്പോഴും പറയാറുണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ഗോൾഡ് കുറയും, സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഗോൾഡ് ഷൂട്ടപ്പ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ യുദ്ധം അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ രാജ്യങ്ങൾ അവരുടെ പൈസകൾ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്വർണ്ണങ്ങൾ വാങ്ങി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം ആ ഒരു കമ്പനികളിലേക്ക് ഒരു രാജ്യം എന്താ പറയുക, അവരുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ സ്വർണ്ണങ്ങൾ എപ്പോഴും വാങ്ങി വെക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്, കൂടാതെ നമ്മുടെ ഗവൺമെന്റിന്റെ രീതിയിൽ നമുക്ക് സോവർജിനിറ്റി ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സോവർജിനിറ്റി ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അഡീഷണലി നമുക്ക് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിനൊപ്പം തന്നെ നമുക്കൊരു 2.5% നമുക്കൊരു ഇൻട്രസ്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇയർലി നമുക്ക് ലഭിക്കുന്ന ഒരു ഇതാണ് സോവർജിനിറ്റി ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് ഗോൾഡിൽ മാത്രമല്ല, അടുത്തതാണ് നമ്മുടെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് കമ്പനികളും ഇതും എന്ത് ചെയ്യാം, ബോണ്ടുകൾ മേടിക്കും. അതായത് അതിന് ഫിക്സഡ് പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതായത് നമ്മളൊരു എന്താ പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്നത് പോലെ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഉദാഹരണത്തിന് പറയാൻ, ഒരു 10 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു 8% ആണെങ്കിൽ നമുക്കൊരു ഇയർലി ഒരു 96,000 ഒരു നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. കൂടാതെ അതിനപ്പുറത്തേക്ക് ലാസ്റ്റ് അതിനൊരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ഇവിടെ കുറവാണ്. അതായത് 5 വർഷം അതല്ലെങ്കിൽ 10 വർഷത്തോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ 10 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. കൂടാതെ ലാസ്റ്റ് നമ്മൾ എത്രയാണ് എമൗണ്ട് അടിച്ചത് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇത് വളരെ സെക്യൂർ ആണ്. കാരണം ഇത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഗവൺമെന്റ് ഡയറക്റ്റ് റോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ കൺഫേം ആണ്, അതായത് ഗവൺമെന്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും കമ്പനികളിലൊക്കെ നമ്മളെ സെബിയുടെയും ഗവൺമെന്റിന്റെയും റൂളോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെന്റും സെബിയൊക്കെ ഒരുപാട് റൂൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, ഈസി ആണ്, ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ വളരെ ഈസിയും കൂടെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർ മ്യൂച്വൽ ഫണ്ടിൽ ഫോക്കസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഒന്നും കൂടെ മെച്യൂർ ആയിട്ട് വന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ കമ്പനികളിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കമ്പനികളിലെ പഠിച്ച് നിങ്ങൾക്ക് മറ്റുള്ള കമ്പനികളിലേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബോണ്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിന് കുറച്ചും കൂടെ സെക്യൂർ ആണ്. പിന്നെ അതിൻ്റെ ഫിക്സഡ് ആണ്, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8%, 7% എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഫിക്സഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. കൂടാതെ
ക്രിപ്റ്റോയെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അത് ലീഗലാണോ വെച്ചാൽ ലീഗൽ അല്ല. ലീഗൽ ആണോ എന്ന് വെച്ചാൽ യെസ് ആണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് കോയിൻസ്, DCX ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നിട്ടുണ്ട്. 30% ടാക്സ് ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഇനി ലീഗലൈസ് ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യങ്ങൾ അതിനകത്തില്ല. പക്ഷെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എന്തായാലും ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഓവർ ടു യു മാഡം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന എനിവേ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ എന്തെങ്കിലും ഫീഡ്ബാക്കോ പറയാനുള്ള ടൈമാണ്. സോ ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. യെസ്, മോർണിംഗ്, മാജിക് മോർണിംഗ്. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായം പ്രകാരം ഇനിയിപ്പോൾ ഒന്നും കൂടി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. നോക്കണം എങ്ങനെയൊക്കെ പോകുന്നുള്ളത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഉഷാറാക്കി. താങ്ക് യു. ബാക്കിയുള്ള ഇൻഫർമേഷൻസും വളരെ നന്നായിരുന്നു. മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആരെങ്കിലും? എൻ്റെ പേര് വിൻസെന്റ്. നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന് വളരെ വളരെ നന്ദി സാധനം. ഒരു കാര്യമുണ്ട്, ആ ഗോൾഡ് സോറിനെ കുറിച്ച് പറഞ്ഞതൊന്ന് ഫിഗർ ആക്കാമോ സാർ? സോവറിനിറ്റി ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അതായത് ഓരോ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഒരു സോവറിനിറ്റി ഗോൾഡ് ബോണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോവറിനിറ്റി ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബോണ്ട് ആണ്. നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസ് നമ്മൾ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ, ഡിജിറ്റൽ ഗോൾഡ് ആണ്. ഡിജിറ്റലി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ 10,000, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം വന്ന സോവറിനിറ്റി ഗോൾഡ് ബോണ്ട് ഏകദേശം 40% പ്രോഫിറ്റിലാണ്. അതായത് 10,000 ഉള്ളവർക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് 14,000 ഓൾറെഡി ആയിട്ടുണ്ട്. 1,00,000 ഉള്ളത് 1,40,000 ആയിട്ടുണ്ടാവും. കൂടാതെ നമുക്ക് 2.5% ഇൻട്രസ്റ്റ് നമുക്ക് അതിന്റെ പുറമെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. രണ്ട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് പ്രൈസും കൂടെ കൂടും എന്നുള്ളതേ ഉള്ളൂ. ഇത് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് നടത്താണ് സോവറിനിറ്റി ഗോൾഡ് ബോണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്വർണം അത് ചെയ്യാൻ പറ്റില്ല അല്ലേ? അല്ലല്ല, ഇത് എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. ഇത് ഡിജിറ്റലിയാണ്, എല്ലാം ഡിജിറ്റലാണ്. നമുക്ക് ഫിസിക്കൽ ഒന്നും ഉണ്ടാവില്ല. താങ്ക് യു സർ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഒരു അറിഞ്ഞുകൂടാത്ത വിഷയത്തെ പറ്റിയിട്ടാണ് നല്ലൊരു ബോധം തോന്നുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എന്തായിരുന്നാലും ഇനിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാന്ന് വെക്കണം. ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും ഇപ്പോഴ് ചെയ്യണമെന്നുള്ളത് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു ദീർഘവീക്ഷണത്തോടുള്ള കുറച്ച് ക്ലാസ് സാർ. താങ്ക് യു സാർ. ഓക്കെ. നിങ്ങൾ പ്രായം ഒരു കൺസിഡറേഷൻ ആയിട്ട് എടുക്കണ്ട. ഏത് സമയത്തിനൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആ എമൗണ്ട് അവിടെ ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ആ ഒരു സേഫ് ഒരു ഇതെങ്കിലും ഉണ്ടല്ലോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, തുടങ്ങുക എന്നുള്ളതാണ്. സോ എവറി 1000 മൈൽ സ്റ്റാർട്ട് വിത്ത് സിംഗിൾ സ്റ്റെപ്സ് എന്നല്ലേ. അതെ. എന്തായിരുന്നാലും ഇനി അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ഈ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് കട്ടായി പോകുന്നതിനെ പറ്റിയിട്ടൊരു SA എന്തോ ഒരു ഇതിനെ പറ്റിയിട്ട് സാർ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5-ാം തീയതി നിങ്ങൾ SIP സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിക്കോളും. നിങ്ങളൊന്നും അറിയണ്ട. അതാണ് ഏറ്റവും നല്ലത്. അതായത് നമുക്ക്
പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പൊതുവെ മടിയായിരിക്കും, അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഏറ്റവും നല്ലത് SIP ആണ്. SIP ചെയ്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയിക്കോളും. അപ്പൊ അത് നമ്മളത് ഗ്രോ ചെയ്തോളും അങ്ങനെ കിടന്നിട്ട്. ഓക്കെ ഓക്കെ ശരി സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷൈനി മാം. സാർ നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്ക് കൂടുതൽ അറിയേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു. എന്നാലും സാർ എല്ലാ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു. താങ്ക് യു സാർ. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ ഇടയ്ക്ക് നമുക്ക് എമൗണ്ട് വേരി ചെയ്യാൻ പറ്റുമോ? അതായത് കൂടുതൽ കുറച്ചും കൂടി എമൗണ്ട് ഒരു 1 year കഴിയുമ്പോൾ സെയിം അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അതോ നമ്മൾ പുതിയതായിട്ട് തുടങ്ങേണ്ടി വരുമോ? ഒന്നും വേണ്ട. ഈ SIP ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. SIP നിങ്ങളിപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾ 1000, 5000, 10000 ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതേ ഫണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളിപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആണ് മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് മാസം, ഒരു 3-4 മാസത്തേക്ക് എൻ്റെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ടിനെ വെട്ടി കുറക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും, ഓൺ ടൈം ആയിട്ട് ഇടാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സാർ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിലും ആപ്ലിക്കബിൾ അല്ലേ? ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു എമൗണ്ട് ഇല്ല. എനിക്ക് തോന്നുന്നു 100 രൂപ മുതൽ വരെ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാൻ പറ്റും? എപ്പോഴും ആഡ് ചെയ്യാം, ഏത് സമയത്തും ആഡ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ശ്രീഷ്ണ മാം. ദെൻ നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഗുഡ് മോർണിംഗ്. ഓക്കെ സാർ, നല്ലൊരു ക്ലാസ് തന്നെ. മോഡേൺ ഇൻവെസ്റ്റ്മെന്റ് പറ്റിയിട്ട് നല്ലൊരു പൊതു ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. നല്ല, അതായത് എന്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ലൈഫ് ഒന്ന് ബെറ്റർ ആകാനും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആകാനും നമുക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടിയാൽ തിരക്കാറില്ലാന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വെക്കാം. പുതിയതായിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഗ്രോ ബിഗ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ പണം മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വരുന്നതാണ്. അതിന് സാർ പറഞ്ഞതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ലിക്വിഡിറ്റി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മെച്ചപ്പെട്ട ഏതാണ് SIP ആണോ, മ്യൂച്വൽ ഫണ്ട് ആണോ, ബോണ്ട് ആണോ, അല്ലെങ്കിൽ ഗോൾഡിന്റെ ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഓരോരുത്തരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ അവരവരുടെ സമ്പാദ്യത്തിനനുസരിച്ചായിരിക്കും എന്നുള്ളത് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മേഖലകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ റിസ്കുകൾ, അപ്പോൾ റിസ്ക് കുറവാകുമ്പോൾ റിട്ടേണും കുറവായിരിക്കും, റിസ്ക് കൂടുതലാകുന്ന സമയത്ത് നമുക്ക് റിട്ടേണും കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഈ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായ ഒരു വിവരണം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മനീഷ് സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ദെൻ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കാര്യം ക്ലിയർ ആണ്. ഇന്നലെ ജസ്റ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സൈനുദ്ദീൻ സർ പറയാൻ വേണ്ടിട്ടായിരുന്നു. കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഫിനാൻഷ്യൽ ബന്ധപ്പെട്ടുള്ള ക്ലാസ് സാറ് ഇനി എടുക്കാൻ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വിൽ ട്രൈ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സോ എല്ലാവരുടെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിവേ സൈനുദ്ദീൻ സർ, പോനഫൽ സർ പറഞ്ഞ പോലെ സാർ പറഞ്ഞ സെഷൻസ് ഞങ്ങൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് സർ ഫോർ ഈ വണ്ടർഫുൾ സെഷൻ. എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ മൈ ടീം മെമ്പേഴ്സ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you all. Wish you all the best. Bye. Thank you, sir. Thank you all. Thank you very much. Thank you, sir. Thank you very much.